الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد اتقوا الله يا عباد الله സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ക്രമീകരിക്കണേ എന്ന് ഓരോ വ്യക്തികളെയും സത്യവിശ്വാസികൾ ഓരോരുത്തരെയും അറിയിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. അൽഹംദുലില്ലാഹ്, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളിൽ ഒരു ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകിയ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ രണ്ട് സന്ദർഭങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം വ്രതമനുഷ്ഠിച്ച് ഒരുപാട് നന്മകളിൽ വ്യാപൃതരായി ഈദ് ആഘോഷിക്കാൻ വേണ്ടി ഈദ് മുസല്ലയിലേക്ക് എത്തിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും. അതുപോലെ തന്നെ നമ്മളുടെ അടുക്കൽ വല്ല അപാകതയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ നമുക്കെല്ലാം അത് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. തീർച്ചയായും ഈദ് എന്ന് പറയുമ്പോൾ ഈദിന് ഒരുപാട് അതിൻ്റെതായ അവസ്ഥകളുണ്ട്.
നോമ്പ് കഴിഞ്ഞ് മുസല്ലയിലേക്ക് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഫർഹത്താനി, നോമ്പുകാരനായിരുന്ന ആൾക്ക് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്ന സമയത്ത് ഉള്ള അവന്റെ സന്തോഷവും, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ഒരു നിമിഷം കടന്നു വരുമ്പോഴുള്ള വല്ലാത്ത ഒരു സന്തോഷം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യമാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. 1400 വർഷങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഇതാ ഞാൻ എത്തിച്ചു തന്നില്ലയോ നിങ്ങൾക്കെന്ന് ദീനിന്റെ വെള്ളി വെളിച്ചം, ഈ ഒരു റബ്ബിന്റെ പ്രകാശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ, അതേ ബലാ റസൂലല്ലാഹ്, അതേ താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട് റസൂലേ എന്ന് ആ സഹാബത്തും നടങ്ക മറുപടി പറയുന്നു. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ആയത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്, അല്ലാഹുവിന്റെ ദീന് അന്ന് പൂർത്തിയായിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഇസ്ലാം ദീനിനെ തൃപ്തിപ്പെട്ട് മതമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത്. ആ ദീന് കൃത്യമായി കൊണ്ട് ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പകർത്തിയ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയ ആ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, ദീന് അനുധാവനം ചെയ്യുന്നത് പോലെ ജീവിതം ചിട്ടപ്പെടുത്തുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചു തരുന്ന കാര്യമാണ്, സത്യവിശ്വാസിക്ക് ഉണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമാണ് നാളെ സ്വർഗത്തിലേക്ക് ചെന്നെത്തുമ്പോ, റബ്ബിനെ കണ്ടുമുട്ടുമ്പോ അവിടെ ഉണ്ടാകുന്ന സന്തോഷം. റബ്ബിനെ കണ്ടുമുട്ടുക ആരാണ്? അത് സത്യവിശ്വാസികൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ലഭിക്കുക വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും. സ്വർഗത്തിലെ എല്ലാവിധ ആസ്വാദനങ്ങളും ലഭിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൂടിയ സത്യവിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടതിന് ശേഷം അവര് പറയുന്ന മറുപടിയാണ്, റബ്ബേ നിന്നെ കാണണം എന്നുള്ളത്. ആ സമയത്ത് റബ്ബിനെ കണ്ടുമുട്ടാൻ തൗഫീഖ് ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച സ്വർഗ്ഗത്തിലെത്തിയ സത്യവിശ്വാസികൾക്ക് അത് ആർക്ക് കിട്ടും? ആ സമയത്ത് വല്ലാത്ത സന്തോഷം ആർക്ക് ലഭിക്കും? നോമ്പെടുത്ത സത്യവിശ്വാസികൾക്ക് വല്ലാത്ത ആ സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ്. ഏത് സ്വർഗമാണ്? മസലുൽ ജന്നത്തില്ലദീ ഉഇദൽ മുത്തഖൂൻ, മുത്തഖികളായി ജീവിച്ചിരുന്ന ആരാണ് മുത്തഖികൾ? നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ, നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ തന്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ക്രമവും ക്രമീകരണവും വരുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തിന് നല്ലൊരു ക്രമം ഉണ്ടാക്കിയെടുത്ത, അങ്ങനെ ചിട്ടയോടുകൂടെ ദീനനുസരിച്ച് ജീവിക്കാൻ ശീലിച്ച സത്യവിശ്വാസികൾ അവരാണ് മുത്തഖികൾ. അവരുടെ സവിശേഷതകൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ മുത്തഖികളായ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവർക്ക് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ സൂറത്തുൽ ഹിജ്റിന്റെ 99-ാമത്തെ ആയത്തിലൂടെ റബ്ബ് നമ്മെ അറിയിച്ചു, വഅബ്ദുൽ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീൻ വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. യഖീൻ എന്താണ്? മരണം എന്നുള്ള യാഥാർത്ഥ്യം ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. മരിക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്ത കാഴ്ചകൾ അവൻ കാണുകയാണ്, മലക്കുകളെ കണ്ണിൽ കാണുകയാണ്, വേറെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്, താൻ ദുനിയാവുമായി കൊണ്ടുള്ള ബന്ധം വേർപ്പെടുകയാണ്, അവന് ബോധ്യപ്പെടുകയാണ് അവൻ അത്രയും കാലം ആരാധിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത് അവിടെ വെച്ച് അവന് ബോധ്യപ്പെടുന്നു.
അവൻ ഏതൊരു സ്വർഗത്തെ കൊതിച്ചുകൊണ്ടാണോ നോമ്പെടുത്തത്, ഏതൊരു സ്വർഗത്തെ കൊതിച്ചുകൊണ്ടാണോ നമസ്കരിച്ചത്, ഏതൊരു സ്വർഗത്തെ കൊതിച്ചുകൊണ്ടാണോ ലഹരി ഒഴിവാക്കിയത്, ഏതൊരു സ്വർഗത്തെ കൊതിച്ചുകൊണ്ടാണോ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നത്, ആ സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് അവന് ശരിക്കും ബോധ്യപ്പെടുന്നു. ഏതൊരു നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ അവന്റെ ജീവിതത്തിൽ അവൻ തെറ്റുകൾ ഒഴിവാക്കിയത്, അവൻ വ്യഭിചരിക്കാതിരുന്നത്, അവൻ മദ്യപിക്കാതിരുന്നത്, അവൻ ലഹരി ഉപയോഗിക്കാതിരുന്നത്, അവൻ മാതാപിതാക്കളെ കൃത്യമായി പരിപാലിച്ചത്, അവൻ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്, പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്, ദേവാ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയതെല്ലാം ഏതൊരു നരകത്തെ പേടിച്ചുകൊണ്ടാണോ, ആ നരകം യാഥാർത്ഥ്യം തന്നെയാണ്. ഞാനെങ്ങാനും നല്ല രീതിയിൽ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നരകത്തിന്റെ അവസ്ഥ ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നല്ലോ എന്ന് ഒരാൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷം മരണത്തിന്റെ നിമിഷമാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യണം. ഏതുവരെ ആ മരണം വന്നെത്തുന്നത് വരെ. എന്തിനാണ് ഈ ഒരു ഈദ് മുസല്ലയിൽ സന്നിഹിതരായിട്ടുള്ള സത്യവിശ്വാസികളോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഈദ് എന്നുള്ളത് നമുക്കറിയാം, ആഘോഷമാണ്, ഉല്ലാസമാണ്, ആഹ്ലാദമാണ്, സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. പക്ഷേ റബ്ബിനെ മറന്നുകൊണ്ടാകരുത്, നമ്മൾ നേടിയെടുത്ത ചൈതന്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത്, നമ്മൾ ഇതുവരെ ശീലിച്ച നല്ല ശീലങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാവരുത്. ഈദ് എന്നുള്ളത് കൃത്യമായും തുടർച്ചയായിരിക്കണം. എന്തിന്റെ തുടർച്ച? നന്മകളുടെ തുടർച്ച, നല്ല സ്വഭാവത്തിന്റെ തുടർച്ച, രാത്രി നിസ്കാരങ്ങളുടെ തുടർച്ച, സ്വതക്കകളുടെ തുടർച്ച, തൗഹീദ് പഠിക്കുന്നതിന്റെ തുടർച്ച, ദീന് പഠിക്കുന്നതിന്റെ, ജീവിതത്തിൽ പകർത്തുന്നതിന്റെ, ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ, റിലീഫ് പ്രവർത്തനങ്ങളുടെ, ദഅവാ പ്രവർത്തനങ്ങളുടെ എല്ലാം വലിയൊരു തുടർച്ചയായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഈദിലൂടെ കടന്നു വരുന്നത്. ഈദിന്റെ ദിവസത്തിൽ ആഹ്ലാദത്തിന്റെ, ആഘോഷത്തിന്റെ അവസരങ്ങളിലേക്ക് വഴിമാറുമ്പോൾ ഇന്നിനി ഒരൽപ്പം പടച്ചവനെ മറന്നാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ദീന് കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളാരും തന്നെ വഴിമാറാൻ പാടില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നഹ്ലിന്റെ 92ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വലാ തകൂനു കല്ലതി നഖറത ഖസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. അതേ, ഉറപ്പായി ഒരു നൂല് നൂറ്റ ശേഷം, കയറ് മടഞ്ഞുണ്ടാക്കിയതിനു ശേഷം, ഒരു വഴിക്ക് ആ കയറിങ്ങനെ നല്ല ബലവത്തായി മടഞ്ഞുണ്ടാക്കിയതിനു ശേഷം അതിന്റെ മറ്റൊരറ്റത്ത് നിന്ന് പിന്നീട് അതിങ്ങനെ അഴിച്ച്, നൂലഴിച്ച് പലയായി പിരിച്ചുടച്ച് കളഞ്ഞൊരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. മലയാളത്തിൽ സാധാരണ പറയാറുണ്ട്, നാറാണത്ത് ഭ്രാന്തനെ പോലെ നമ്മളാകരുത്. എടുത്ത പണികളെല്ലാം, എടുത്ത ഇബാദത്തുകളെല്ലാം നഷ്ടപ്പെടുത്തുന്ന, കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. അതിനെന്ത് വേണം? നിത്യമായ നിത്യ ചൈതന്യം ദീനുമായി കൊണ്ട് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ റബ്ബിനെ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കണം, ദീന് കൃത്യമായി മനസ്സിലാക്കണം, റസൂലിന്റെ സുന്നത്തുകളെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ശീലിക്കേണ്ടത്? നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടെത്താൻ, നമുക്ക് മരണം കടന്നൊരു യാത്ര പോകാനുണ്ട്. നമ്മളുടെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്ത് വന്ന് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് വിട പറഞ്ഞു പോകാനുണ്ട്. കൂടെ കിടന്ന ഭാര്യയില്ലാത്ത, കൂടെ കൈപിടിച്ച് നടന്ന മക്കളില്ലാത്ത, പിഞ്ചോമന പൈതങ്ങളുടെ ശബ്ദം കേൾക്കാത്ത, താങ്ങാനും തലോടാനും മാതാപിതാക്കളില്ലാത്ത, ശാസിക്കാൻ അധ്യാപകരും ഗുണദോഷിക്കാൻ മുതിർന്നവരും ഒന്നുമില്ലാത്ത, നമുക്ക് നമ്മുടേതെന്ന് പറയാൻ മറ്റാരുമില്ലാത്ത, ചെയ്ത അമലുകൾ മാത്രം കൂട്ടിനില്ല ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലാനുണ്ട്. നമ്മെ ആറടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരവസ്ഥ ഓരോരുത്തർക്കും കടന്നു വരാനുണ്ട്. ബർസഖി ജീവിതം കടന്നു വരാനുണ്ട്. അത് വിമാനത്തിൽ കത്തിച്ചാമ്പലായാലും, കടുവ ഭക്ഷിച്ച് മരിച്ച ആളായിരുന്നാലും, ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും അവർക്കെല്ലാം ബർസഖുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും അവർക്ക് ബർസഖിയായ ജീവിതമുണ്ട്. അതാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന മലക്കുകൾ കടന്നു വരുന്ന ഒരു വല്ലാത്ത രംഗമുണ്ട്. അതിനു
മുമ്പ് എല്ലാ ബന്ധുക്കളും അങ്ങ് വിട്ടു പിരിഞ്ഞു പോകുന്ന സമയമുണ്ട്. നമ്മളെ കബറടക്കിയിട്ട് 3 പിടി മണ്ണും വാരിയിട്ട് ഓരോരുത്തർ പിരിഞ്ഞു പോകും. ഉറ്റ ബന്ധുക്കൾ, മക്കളും മറ്റുള്ളവരും കുറച്ചധികം സമയം അവിടെ നിൽക്കും. പിന്നീട് അവരും പിരിഞ്ഞു പോകും. പിന്നീട് അവിടേക്ക് ചിലര് കടന്നു വരാനുണ്ട്, മലക്കുകൾ കടന്നു വരാനുണ്ട്. ആ സമയത്ത് കബറിന് വല്ലാത്തൊരു ഇടുക്കമുണ്ട്. ആ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും ചെല്ല രക്ഷപ്പെടുകയില്ല. വാരിയല്ലുകൾ പരസ്പരം കൂടി പിണരുന്ന വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. അതെ, അവിടെ വെച്ച് കബറിലെ ഒരു ഫസ്റ്റ് നൈറ്റ് വരാനുണ്ട്. നമുക്ക് കൂട്ടിനാരുമില്ലാത്ത, ചെയ്ത് കൂട്ടിയ അമലുകൾ മാത്രം നമുക്ക് കൂട്ടിനുള്ള, നമുക്ക് വേണ്ടി ദുആയിരക്കുന്നവരുടെ ദുആ മാത്രം നമുക്ക് ബാക്കിയാകുന്ന, നമ്മൾ നൽകിയ സദഖകൾ മാത്രം നമുക്ക് ബാക്കിയാകുന്ന വല്ലാത്തൊരു ഖബർ ജീവിതം വരാനുണ്ട്. ചോദ്യമുണ്ട് അവിടെ, മൻ റബ്ബുക, ആരടോ നിന്റെ റബ്ബ് എന്ന ചോദ്യമുണ്ട്. വമാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്നുള്ള ചോദ്യമുണ്ട്. വമൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നുള്ള ചോദ്യമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ, തൗഹീദ് നെഞ്ചിലേറ്റിയ, റബ്ബിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത, റബ്ബേ പടച്ചവനെ എന്ന് വിളിക്കേണ്ടടത്ത്, അല്ലാഹ് എന്ന് വിളിക്കേണ്ടടത്ത് മറ്റൊരു സൃഷ്ടിയുടെയും ഒരു ബാവയുടെയും ഒരു ബീവിയുടെയും ഒരു ഹോജയുടെയും ഒരു തങ്ങളുടെയും ഒരു ഔലിയപ്പാപ്പയുടെയും ഒരു ഖലീഫയുടെയും പേര് വിളിക്കാത്ത, ഒരു വസ്തുവിന്റെയും പേര് വിളിക്കാത്ത, ഒരു ജീവിയുടെയും പേര് വിളിക്കാത്ത, ജിന്നെന്നോ മലക്കെന്നോ മനുഷ്യനെന്നോ ജീവിയെന്നോ ആനയെന്നോ പൂച്ചയെന്നോ പാമ്പെന്നോ ഒരു വസ്തുവുമല്ല, എല്ലാ നിലക്കുമുള്ള ആരാധന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നെഞ്ചിൽ കയറ്റിയ, തൗഹീദ് നെഞ്ചിലേറ്റിയ ഓരോരുത്തർക്കും മാത്രമേ അവിടെ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ സാധിക്കുക. കാണാതെ പഠിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് 2-3 ഉസ്താദുമാര് തെൽബീഹ് ചൊല്ലി തന്നത് കൊണ്ട് മാത്രം നിന്റെ റബ്ബ് ആരെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവാണെന്ന് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഖബറിൽ കിടക്കുന്നവനെ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ആർക്കാണ് പറയാൻ സാധിക്കുക? റബ്ബി അല്ലാഹ് എന്ന് പറയാൻ സാധിക്കുക. ജീവിതകാലത്ത് അവന്റെ റബ്ബായി അവൻ റബ്ബിനെ, അല്ലാഹുവിനെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എങ്കിൽ അവന് പറയാൻ സാധിക്കും റബ്ബി അല്ലാഹ് എന്നുള്ളത്. അവൻ അറബി അറിയണമെന്നില്ല, അവൻ അറബി കിതാബുകൾ വായിച്ചു കൊള്ളണമെന്നില്ല, വലിയ പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല. തൗഹീദ് ഉണ്ടായിരിക്കണം. ആ തൗഹീദ് ഇല്ല എങ്കിലോ അവനത് പറയാൻ സാധിക്കുകയില്ല. വമാ ദീനുക, നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കുമ്പോ ദീനി അൽ ഇസ്ലാം എന്ന് പറയാൻ സാധിക്കും. ആർക്ക്? ജീവിതത്തിൽ ഇസ്ലാം പാലിച്ച് മുസ്ലിമായി ജീവിച്ചവന്, പലിശ വാങ്ങിയവന് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ മുസ്ലിമാണെന്ന്? വ്യഭിചാരത്തോട് സമീപിച്ചു പോയവന് എങ്ങനെ പറയാൻ സാധിക്കും ഞാനൊരു മുസ്ലിമാണെന്ന്? അള്ളാഹുവിന്റെ ദീനിൽ കളങ്കം വരുത്തിയ ഏതെങ്കിലും തരത്തിൽ ശിർക്കോ കുഫ്റോ ഖുറാഫാത്തോ അതുപോലെ തന്നെ നിഫാഖോ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ, കാപട്യം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കെങ്ങനെ പറയാൻ സാധിക്കും ദീനി അൽ ഇസ്ലാം എന്നുള്ളത്? കാരണം ഇസ്ലാം ദീൻ എന്നുള്ളത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേക്കുമുള്ള മുഴുവൻ നബിമാരും പ്രബോധനം ചെയ്ത ദീനാണ്. മുഴുവൻ നബിമാരും പ്രബോധനം ചെയ്ത ദീന്, ആ ദീന് അതുപോലെ ഉൾക്കൊണ്ടവർക്ക് മാത്രമേ ദീനി അൽ ഇസ്ലാം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഖബറിടത്തിൽ പറയാനുള്ള മറുപടി ഒരുക്കി വെക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായ, താൻ ഒരു മുസ്ലിമായി ജീവിക്കാൻ വിരുദ്ധമായ എന്തൊന്ന് തന്റെ ജീവിതത്തിലുണ്ടോ, കുടുംബ ജീവിതത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാവട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, ഏത് കാര്യത്തിലും ഒരു മുസ്ലിം എന്ന് പറയുന്നതിന് വിരുദ്ധമായ എന്തെന്റെ ജീവിതത്തിലുണ്ടോ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു മുസ്ലിം എന്ന് പറയാൻ എന്തെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഓരോന്നായി കൊണ്ട് സ്വീകരിച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് സുന്ദരമായി മലക്കുകളോട് പറയാൻ സാധിക്കണം ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണെന്ന്. മൂന്നാമത്തെ ചോദ്യം, അവൻ നബിയുക, ആരാണോ നിന്റെ നബി എന്ന് കാണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹാജരാക്കിക്കൊണ്ട് അവിടെ നിന്ന് ചോദിക്കും ഇതാരാണെന്ന്. പക്ഷേ അവിടെ വെച്ച് ഇത് നബി, എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ
ആർക്കേ സാധിക്കുകയുള്ളൂ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ആ റസൂലിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചവർക്കേ സാധിക്കുകയുള്ളൂ. ആ റസൂൽ എന്തെന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, ആ റസൂൽ എന്തെന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ എടുത്തുകൊള്ളുക. വമാ നഹാകും അൻഹു, ആ റസൂൽ എന്തെന്നിൽ നിന്ന് നിങ്ങളോട് ചെയ്യരുതെന്ന് വിരോധിച്ചുവോ ഫൻതഹു, അതിനെ ഒഴിവാക്കിക്കൊള്ളണം. അതെത്ര പ്രിയപ്പെട്ടതായിരുന്നാലും, താനേറെ ഇഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയായിരുന്നാലും, താൻ എത്ര പ്രിയപ്പെട്ട് നേടിയ കാര്യങ്ങളായിരുന്നാലും, എത്ര വലിയ സമ്പത്തായിരുന്നാലും, എത്ര മുതലെടുപ്പുള്ളതാണെങ്കിലും, എത്ര മൂല്യവത്താണെങ്കിലും ശരി, തനിക്കത്ര അധ്വാനം അതിന്റെ പിന്നിലുണ്ടെങ്കിലും ശരി, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയാൽ, ആ റസൂൽ വിരോധിച്ചതാണെന്ന് മനസ്സിലാക്കിയാൽ ഒഴിവാക്കിക്കൊള്ളണം. എന്തിനാണ്? ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബി എന്ന്, എന്റെ പ്രവാചകൻ എന്ന് പറയാതെ ആ ഖബറിൽ നിന്ന് മോചനമില്ല. ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാതെ നാളെ മഹ്ശറിൽ നിന്ന് നമുക്ക് മോചനം സാധ്യമല്ല. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാതെ നമുക്ക് നാളെ മഹ്ശറിൽ ദാഹത്തിന് ശമനം ഉണ്ടാവുകയില്ല. ആ റസൂലിന്റെ കൂടെയാണ് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് സിറാത്തും കടന്നു പോകാനുള്ളതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ആ പ്രവാചകൻ ആരാ? വമാ യൻതഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാത്ത പ്രവാചകനാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതേ ദീനാവുകയുള്ളൂ. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂൽ പറഞ്ഞു, ആരെങ്കിലും ഒരു അമൽ ദീനിന്റെ പേരിൽ ചെയ്തു, പക്ഷേ അത് ഉസ്താദുമാരി കൊണ്ട് നടക്കുന്നതാ, വലിയ തങ്ങന്മാരിൽ ധാരണ ചെയ്തതാ, തലയിൽ കെട്ടുള്ള വലിയ തങ്ങന്മാരും വീൽമാരും ബാവമാരും ഒക്കെ പല രൂപത്തിൽ അവർ നേതൃത്വം കൊടുക്കുന്നതാ, മഹല്ല് കമ്മിറ്റി നടത്തുന്നതാ, നാട്ടിലെ വലിയ സംഭവമാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ റസൂല് പഠിപ്പിച്ചതാണോ അത് ദീനിൽ ഉണ്ടാകും. റസൂല് പഠിപ്പിക്കാത്ത കാര്യമാണോ ദീനിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണോ റസൂലിന്റെ നിർദ്ദേശമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നാം കൽപ്പിക്കാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ അവർ ചെയ്യുന്നുവെങ്കിൽ ഫഹുവ റദ്ദുൻ, തള്ളപ്പെടണം. അത് തള്ളിക്കളയണം. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ശരി, അത് ഏത് വലിയ നേർച്ചയായാലും ശരി, ഏത് വലിയ മൗലിദിന്റെ സദസ്സായാലും ശരി, ഏത് വലിയ നബിദിനാഘോഷമായിരുന്നാലും ശരി, അത് വാപ്പ മരിച്ചിട്ട് 3 6 13 പലതരത്തിലുള്ളതാവട്ടെ, ഏത് രൂപത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിലും ശരി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യമാണോ ദീനിന്റെ പേരിൽ ചെയ്യുന്നത്, അവൻ ചെയ്യുന്നത് തള്ളപ്പെടേണ്ട കാര്യമാണ്. ഫകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കുള്ളതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ക്രമീകരണം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് ഈദിന്റെ ദിവസമാണ്. ഈദ് എന്ന് പറയുമ്പോൾ ആഘോഷത്തിന്റെ ദിവസമാണ്. ആഘോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. പരസ്പരം കളിച്ചും ചിരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും പരസ്പരം സൗഹാർദ്ദങ്ങൾ പുതുക്കിയും ആശംസകൾ അറിയിച്ചും സമ്മാനങ്ങൾ കൊടുത്തും സമ്മാനങ്ങൾ വാങ്ങിയും ഒരുമിച്ച് സല്ലപിച്ചും യാത്രകൾ ചെയ്തും കുടുംബ സന്ദർശനങ്ങൾ നടത്തി അയൽപക്ക സന്ദർശനങ്ങൾ നടത്തി എന്തെല്ലാം ദീന് അനുവദിച്ച രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അല്ലാതെ പെരുന്നാളിന്റെ ദിവസവും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പെരുന്നാളിന്റെ ദിവസം എന്നുള്ളത് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് സുഹൃത്തുക്കളുടെ അടുക്കലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആ പരസ്പരം തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സന്തോഷങ്ങളൊക്കെ പങ്കിട്ട്, എന്നാൽ അവിടെ ഹറാമ് കടന്നു വരാതെ നോക്കണം. വൃത്തികേടുകൾ കാണുന്ന, വൃത്തികേടുകൾ പറയുന്ന, TV തുറന്ന് ചേരിക്കുന്ന, യൂട്യൂബിൽ നോക്കി ഓരോ ഹറാമുകളും അനാവശ്യങ്ങളും കണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. യാത്രകൾ പോകും, പലരും നല്ലതാണ്. യാത്രക്കിടയിൽ ദീന് മറക്കരുത്. കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കരുത്, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്, ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിക്കരുത്. പരസ്പരം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇടകലരും
അവിടെ കൃത്യമായ ദീനിന്റെ മര്യാദകൾ കാത്തു സൂക്ഷിക്കണം. വസ്ത്രധാരണം ശ്രദ്ധിക്കണം. സ്ത്രീകൾ ഹിജാബ് ശ്രദ്ധിക്കണം. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, കുടുംബക്കാര് കൂടുമ്പോ കാണാൻ പാടില്ലാത്തതൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്. അന്യരാണ്. എളാപ്പാന്റെ മകള് അന്യ പെണ്ണാണ്, മൂത്താപ്പാന്റെ മോൻ അന്യ പുരുഷനാണ്, അമ്മാവന്റെ മോൻ അന്യനാണ്. ഈ തിരിച്ചറിവ് കുടുംബങ്ങൾ കൂടുമ്പോ അവരുടെ മഫ്തയും അതുപോലെ തന്നെ ഫുൾ കൈയും ഫുൾ സ്ലീവും ഒക്കെ ഇട്ട് തന്നെ ആയിരിക്കണം. പൂർണ്ണമായി ഔറത്ത് മറച്ച രൂപത്തില് പരസ്പരം ഇടപഴകാൻ പാടുള്ളൂ. കുടുംബക്കാരല്ലേ, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ച് അയൽപക്കത്ത് വീട്ടിലേക്കും കുടുംബക്കാരെ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോ നേരെ അടുക്കളയ്ക്ക് കയറി ചെല്ലുന്ന അവസ്ഥ ഉണ്ടാവരുത്. ചെല്ലേണ്ടിടത്ത് ചെല്ലണം. ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം. കോളിംഗ് ബെല്ലുള്ളിടത്ത് അടിക്കണം. ഇരിക്കാൻ പറഞ്ഞിടത്ത് ഇരിക്കണം. അതല്ലാതെ ഒന്നായിട്ട് കുടുംബ വീടല്ലേ പെരുന്നാളല്ലേ വിചാരിച്ച് ഒന്നായിട്ട് കയറി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വീടിനകത്ത് വീടെന്നുള്ളത് ഓരോരുത്തരുടെ രഹസ്യ കേന്ദ്രങ്ങളാണ്. ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കും ഒക്കെ ഒന്നായിട്ട് പാഞ്ഞു കയറി ചെല്ലുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ പലരും ഒന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന രീതി, ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് അത് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് വൈറലാക്കിയിട്ട് അന്യ സ്ത്രീകളുടെ ഫോട്ടോ മറ്റുള്ളവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിപ്പിക്കുന്ന അവസ്ഥ, അതന്നെ പൂർണ്ണമായി ചിലപ്പോൾ ഔറത്തൊന്നും മറക്കാത്ത രൂപത്തിലുള്ള ഫോട്ടോകളും റീൽസുകളും ഒക്കെയായി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. കാരണം നമുക്ക് ആഘോഷത്തിന്റെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാതൃകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് കഴിഞ്ഞ ഈ റമദാനിൽ നമ്മളേറെ ചർച്ച ചെയ്ത വിഷയമാണ് ലഹരി എന്ന വല്ലാത്ത വിപത്ത്. കുല്ലു മുസ്കിരിൻ ഹറാം, മത്തുണ്ടാക്കുന്ന എല്ലാം ഹറാമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇജ്തനിബുൽ ഖംർ, മദ്യത്തെ അല്ലെങ്കിൽ ലഹരിയെ നിങ്ങൾ അവഗണിക്കണം, വെടിയണം. ഫഇന്നഹാ, തീർച്ചയായിട്ടും അത് ഉമ്മുൽ ഖബായിസ്, അതെല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. എത്രയെത്ര ലഹരി കേസുകളാണ് പിടിക്കപ്പെടുന്നത്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ പേര് അതിലുണ്ടാവാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ശ്രദ്ധ വേണം, കരുതൽ വേണം. നമ്മൾ ഓരോരുത്തരും നമ്മെ നിയന്ത്രിക്കണം. നമുക്ക് എല്ലാ ആസ്വാദനവും റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കണം, ഒരല്പം നമ്മൾ വെയിറ്റ് ചെയ്യണം സ്വർഗത്തിൽ എത്തുന്നത് വരെ. അവിടെ നമുക്കെല്ലാ സുഖങ്ങളുമുണ്ട്. ലഹും മാ യശാഊന ഫീഹാ, അവർക്കവിടെ അവർ ആഗ്രഹിക്കുന്നത് മുഴുവനുമുണ്ട്. വലദൈനാ മസീദ്, അതിലധികമായി ഒരുപാടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. കണ്ണുകളൊന്നും കാണാത്ത, കാതുകളൊന്നും ഇതുവരെ കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത അത്രക്ക് ഉല്ലാസങ്ങളുടെ ആഹ്ലാദങ്ങളുടെ പറുദീസയാണ് സ്വർഗം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആ സ്വർഗത്തെ കൊതിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് ചെന്നെത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നബഇന്റെ 31-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്ന കാര്യമാണ് ഇന്നലിൽ മുത്തഖീന മഫാസ. നോമ്പ് കൊണ്ട് നമ്മൾ നേടേണ്ടത് തഖ്വയായിരുന്നു. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞപ്പോ റബ്ബ് പറയാണ് സൂറത്തുൻ നബഇലെ, ആ മുത്തഖീങ്ങളായ ആളുകൾക്ക് അവിടെ അവർക്ക് സ്വർഗത്തിൽ വലിയ വിജയമുണ്ട്, അവർക്ക് ഭാഗ്യസ്ഥാനമുണ്ട്. അതായത് ഹദായിഖ വഅഅ്നാബ, തോപ്പുകളും മുന്തിരി വള്ളികളും ഒക്കെ, സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണീ മണികളായ ഇണകൾ അവർക്കുണ്ട്. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം അവിടെയുണ്ട്. ഒരു മനുഷ്യൻ ഇവിടെ തെറ്റിക്കപ്പെടുന്നത് ഏതൊക്കെ കാര്യത്തിലാണോ, പലരും അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങള് ദുനിയാവിനെ സൂക്ഷിക്കണേ, പെണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്നുള്ളത്. പെണ്ണ് അതൊരു വൈകാരികമായ കാര്യമാണ്. പുരുഷന്മാർ അധികവും അവിവേകത്തിൽ ചെന്നെത്തുന്നത് പെണ്ണിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്റെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കണം. അള്ളാഹു ഹറാമാക്കിയ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഹലാലായ നിക്കാഹിലൂടെ മാത്രം ദുനിയാവിൽ വെച്ച് ആസ്വാദനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം.
അതല്ലാത്തതല്ല സൂറത്ത് മുഅ്മിനൂൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചതാണ്. ഒരു ഹലാലായ നിക്കാഹിലൂടെയാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഓരോ മുഅ്മിനീങ്ങളും അവരുടെ ആഗ്രഹ പൂർത്തീകരണം നിർവഹിക്കേണ്ടത്. അതല്ലാത്ത മറ്റെന്തെല്ലാം മാർഗമുണ്ടോ, എന്ത് ആക്ടിവിസം എന്ന് പറഞ്ഞാലും ശരി, എന്ത് മുന്നേറ്റം എന്ന് പറഞ്ഞാലും ശരി, പല തോന്നിവാസങ്ങൾക്ക് പല പുതിയ പേരുകളിട്ട്, പുതിയ ലോകത്തെ പുതിയ പേരുകളിട്ട് വിളിച്ചാലും ശരി, അതൊന്നും തന്നെ പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഹലാലായ നിക്കാഹിന് പുറമെ ഒരുത്തൻ വേറെ എന്ത് മാർഗം അവന്റെ ലൈംഗികാഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ, അവരാണ് അതിക്രമികൾ, അല്ലെങ്കിൽ വഴിവിട്ടു പോയവർ, അതിരുവിട്ടവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് വ്യഭിചാരത്തോട് സമീപിച്ചു പോകരുത്, മദ്യത്തോട്, ലഹരിയോട് സമീപിച്ചു പോകരുത്, ഹറാമുകളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. പരിഹാരം എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുന്നിലെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് പരിഹാരം? മക്കൾക്കും പുതുതലമുറക്കും കൃത്യമായ മതബോധം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമ്മൾ റമദാനിൽ നേടിയെടുത്ത ചൈതന്യം ഇതൊരു പരിശീലന കളരിയായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുമുള്ള ദിനങ്ങളിലും അത് തുടർത്തി കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരുപാട് തിന്മകൾ വ്യാപകമായ ലോകമാണ് സിനിമകളുടെ പേരിൽ, അതുപോലെ തന്നെ ടെലിഫിലിമുകളുടെ പേരിൽ, റീലുകളിലായിക്കൊണ്ട്, ഷോർട്സുകളിലായിക്കൊണ്ട്, ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിക്കൊണ്ട് പല രൂപത്തിലും ലിബറൽ ചിന്തകളും അതുപോലെ തന്നെ വൃത്തികേടുകളും അനാശാസ്യങ്ങളും ഒക്കെ പല പേരിട്ട് പല രൂപത്തിൽ പ്രചരിക്കുമ്പോ നമുക്ക് മുറുകെ പിടിക്കാനുള്ളത് നമ്മുടെ ദീനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നമ്മളെപ്പോഴും മുറുകെ പിടിക്കേണ്ടത് വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരുണ്ട്, മിമ്മൻ ദആ ഇലല്ലാഹ്, റബ്ബിങ്കലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനേക്കാൾ, വഖാല, എന്നിട്ടോ ഓരോ സമയത്തും സത്യവിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ക്യാമ്പസുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അധാർമികതകളുടെ കൂത്തരങ്ങ് കാണുമ്പോ അവിടെ മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അതെനിക്ക് പാടില്ല, അത് ഹറാമാണ്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കുടുംബക്കാരെല്ലാവരും ഹറാമായ രൂപത്തിൽ നിന്ന് ആണും പെണ്ണും കൂടി നിന്നുകൊണ്ട് മോശപ്പെട്ട സെൽഫികൾ എടുക്കുമ്പോൾ അവിടെ പറയാൻ സാധിക്കണം, മാറി നിന്നുകൊണ്ട്, എടോ എനിക്കതിന് പറ്റില്ല, മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കണം. ട്രിപ്പ് പോകുമ്പോ, ടൂറ് പോകുമ്പോ, കൂട്ടുകാരുടെ കൂടെ സല്ലപിക്കുമ്പോ, ക്ലബിൽ ഇരിക്കുമ്പോ, അനാവശ്യ സംസാരങ്ങൾ നടക്കുമ്പോ, മോശപ്പെട്ടത് കഴിക്കുമ്പോ, കുടിക്കുമ്പോ, രുചിക്കുമ്പോ, വെക്കുമ്പോ, ഉപയോഗിക്കുമ്പോ അവിടെ നോ എന്ന് പറയാൻ സാധിക്കണം. ഇന്നനി മിനൽ മുസ്ലിമീൻ, എനിക്കത് പറ്റില്ലടോ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റണം. നിലപാട് വേണം. സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, കുടുംബത്തിലാകട്ടെ, ക്ലബിലാകട്ടെ, നാട്ടിലാകട്ടെ, എവിടെയാകട്ടെ, ദുനിയാവിലാകട്ടെ, ഭൂമിയിലാകട്ടെ, ആകാശത്താവട്ടെ, എവിടെ വെച്ചുകൊണ്ടും പറയാൻ സാധിക്കണം, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്നുള്ളത്. കാരണം എന്താ? ഓരോരുത്തരും നാളത്തെ ലോകത്തേക്ക് എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് അവർ ഓരോരുത്തരും കരുതിക്കൊള്ളട്ടെ. നിങ്ങൾ സൂക്ഷിക്കണം, ഒരു ദിവസത്തെ തുർജഊന ഫീഹി ഇലല്ലാഹ്, പടച്ചവങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം. എല്ലാവരും മടങ്ങി ചെല്ലും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക്. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമുക്ക് ബാധ്യതയുണ്ട്, സമൂഹമേ നമുക്ക് ബാധ്യതയുണ്ട്, ഭരണകൂടമേ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പുതുതലമുറയെ നന്മയുടെ നേരിന്റെ വാഹകരായി കൊണ്ട് വഴി നടത്താൻ, അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാം, അവർക്ക് നേരിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള വഴി വെട്ടി തെളിച്ചു കൊടുക്കാൻ നമുക്ക് മാതൃകയുണ്ട്. സ്ത്രീകളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഉമ്മമാര്, അതെ, അൽ ഉമ്മ മദ്രസ എന്നാണ്, ഉമ്മയാണ് വിദ്യാലയം എന്നുള്ളത്. മക്കളെ ശിക്ഷണം നൽകേണ്ടത്, അരുതായ്മ കാണുമ്പോ മുഖം ചുവക്കേണ്ടത്, അരുതായ്മ കാണുമ്പോ അരുതെന്ന് പറയേണ്ടത്, അത് നമ്മൾ പറയുക തന്നെ വേണം. അല്ല എങ്കിൽ അവിടെ ഫിത്ന വർദ്ധിക്കുമെന്നുള്ളതാണ്. മക്കളെ കൃത്യമായി ദീനിനനുസരിച്ച് വളർത്തണം. സ്കൂളുകൾ അടച്ചു, കോളേജുകൾ അടച്ചു, വെക്കേഷനുകൾ ആരംഭിച്ചു, ഇനി എന്താണ് ഇവരെ കൊണ്ട് ചെയ്യുക എന്ന് വിചാരിച്ച് അങ്കലാപ്പിലാകുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറരുത്. അവർക്ക് വേണ്ടി മോഡൽ സ്കൂളുകൾ സംഘടിപ്പിക്കപ്പെടും.
അല്ലെങ്കിൽ നമ്മൾ സംഘടിപ്പിക്കണം. നമ്മുടെ മക്കളെ അങ്ങോട്ട് പറഞ്ഞയക്കണം. റിലീജിയസ് ക്യാമ്പുകൾ ഉണ്ടായിരിക്കും, ജാലക ക്യാമ്പുകൾ ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും, CRE ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ മക്കളെ എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കണം. പ്രായത്തിനനുസരിച്ചുള്ള ക്യാമ്പുകളിലും അതുപോലെ തന്നെ പ്രോഗ്രാമുകളിലേക്കും നമ്മൾ പറഞ്ഞയക്കണം. സമ്മറൈസ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ട യുവപദങ്ങൾ പോലെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നാട്ടിൽ സ്ഥിരമായി UHLS ക്ലാസ്സുകൾ നടക്കേണ്ടതുണ്ട്. ദീന് പഠിക്കാനുള്ള സംരംഭങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിന്റെയൊക്കെ വാഹകരായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്നുള്ളതാണ്. അതിനെന്തെല്ലാം പരിഹാരമുണ്ട്? നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയാണ്, പക്ഷേ നമ്മളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തൗഹീദാണ്. പടച്ചവനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്താണ്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون. റബ്ബിന്റെ വാഗ്ദാനമാണ് ആർക്ക്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അതേ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്കുള്ള റബ്ബിന്റെ വാഗ്ദാനമാണ്. എന്താണ് റബ്ബിന്റെ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, അവർക്ക് നാട്ടിൽ ഭൂമിയിൽ ആധിപത്യം നൽകും. എങ്ങനെ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അതേ അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്കും അവരുടെ നാട്ടിൽ പ്രാതിനിധ്യം റബ്ബ് നൽകും. നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ ഇറങ്ങിപ്പോകണമെന്നൊരിക്കൽ പ്രഖ്യാപിച്ച അതേ നാവ് കൊണ്ട് റബ്ബ് കൊറോണ എന്നൊരു വൈറസ് കൊണ്ട് മാത്രം റബ്ബ് പറയിപ്പിച്ചു. അതെ, ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുടിച്ച് ജയിലിലിടുമെന്ന് പറയിപ്പിച്ചു. ആരാണ് പറയിപ്പിച്ചത്? റബ്ബാണ് പറയിപ്പിച്ചത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏത് തീരുമാനമെടുത്താലും അതിന് മുകളിൽ ആധിപത്യമുള്ള മുദബ്ബിറുല്ലാലമായ അല്ലാഹു അവിടെയുണ്ട്. ആ റബ്ബിന്റെ തീരുമാനമേ നടപ്പിലാവും. അതുകൊണ്ട് ആ റബ്ബ് പറയാണ് അവർക്ക് പ്രാതിനിധ്യം നൽകും ഭൂമിയിൽ. എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളെ ദീന് കൊണ്ടടക്കാൻ പറ്റുമോ ഈ നാട്ടിൽ? ഇങ്ങനെയൊക്കെ ആയാലും എന്നൊക്കെ ബേജാറാം. ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ദീന് കൃത്യമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. വല്ല പേടിയും അവർക്കുണ്ടോ? വല്ല ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ അവരുടെ പേടിക്ക് ശേഷം അവർക്ക് നിർഭയത്വം നൽകും. എന്താണ് കണ്ടീഷൻ? ഇതൊക്കെ ചെയ്തൊരു റബ്ബ്. എന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? യഅ്ബുദൂനനി, റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. വലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ ഒന്നിനെയും ശിർക്ക് ചെയ്യരുത്. അപ്പോൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോടാണ്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, നേർച്ചകൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, നമ്മൾ ഏത് ഇബാദത്തും അർപ്പിക്കേണ്ടത്, സങ്കടങ്ങൾ പറയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ വിളിച്ചു തേടുന്നു എന്നുള്ളത്. അങ്ങനെ ശിർക്ക് ചെയ്യാതെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ എല്ലാ പ്രശ്നവും അല്ലാഹു പരിഹരിച്ചു തരും എന്നുള്ളത്. വമൻ കഫറ ബഅദ ദാലിക, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നിഷേധിച്ച ആരെങ്കിലും പോവാണെങ്കിൽ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുകയും. അതുകൊണ്ട് ഈ ദിനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആഘോഷങ്ങളിൽ വ്യാപൃതരാകണം, ഹറാമുകളിലേക്ക് നീങ്ങരുത്, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണം, പരസ്പരം വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു പോകണം, കുടുംബ വീടുകളിലെല്ലാം കയറണം, ഭക്ഷണങ്ങൾ കഴിക്കണം, പരസ്പരം സല്ലപിക്കണം, സഹവസിക്കണം. പെരുന്നാൾ ദിനത്തിൽ സ്വതക്കകൾക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. അപ്പിന് വേണ്ടി, ദീനിനു വേണ്ടി, പള്ളിക്ക് വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എല്ലാം കണ്ടറിഞ്ഞ് നല്ല വിഹിതം തന്നെ നമ്മൾ സ്വതക്ക നൽകണം. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പരസ്പരം ആശീർവദിച്ച് പ്രാർത്ഥിക്കണം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്ന് റബ്ബ് സ്വീകരിക്കട്ടെ എന്നുള്ളത് ഈ ഒരു സമയത്ത് ഓർക്കാതിരിക്കാൻ വയ്യ. ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങളും നമ്മുടെ സഹോദരങ്ങൾ അവിടെ നമ്മളിവിടെ ആഹ്ലാദത്തിന്റെ നിർഭയത്വത്തിന്റെ പെരുന്നാൾ കഴിക്കുമ്പോ അവിടെ സ്വന്തം മകളുടെ മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് പെരുന്നാളെന്ന് കരുതി അവരാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സല്ലപിക്കാൻ മക്കളില്ല,
മുന്നിലേറിയ ചില കബറുകൾ മാത്രമാണ്. ചിലർക്ക് കബറുകളുമില്ല. തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ അവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു, എന്റെ ഫ്ലാറ്റ് എവിടെയായിരുന്നു, ഞാനും എന്റെ ഭർത്താവും താമസിച്ചിരുന്നത് അവിടെയായിരുന്നു, എന്റെ പിഞ്ചോമന പൈതല് വണ്ടിയിൽ നിന്ന് സ്കൂൾ വിട്ടു വന്നിറങ്ങുന്നത് അവിടെയായിരുന്നെന്ന് ഒരു നൊമ്പരമായി അവര് ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെയും സത്യവിശ്വാസികളുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾക്ക് നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ റബ്ബേ അർഹമായ പ്രതിഫലം നൽകി അതിന് കാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ നീ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ശിക്ഷ നീ നൽകണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ നീ ഒന്നുമല്ലാതാക്കണേ റബ്ബേ. മുസ്ലിമീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. സത്യവിശ്വാസികൾക്ക് നീ കാരുണ്യം നൽകണേ റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ദുനിയാവിൽ എങ്ങനെ പരീക്ഷിക്കപ്പെട്ടാലും ആഖിറത്തിൽ വൽആഖിബത്തുൽ മുത്തഖീൻ, ഉത്തമമായ പര്യവസാനം മുത്തഖീങ്ങൾക്കാണ് റബ്ബേ. ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. അവിടെ മരണപ്പെട്ടു പോയ, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും നീ ഖൈറും അതുപോലെ തന്നെ മഗ്ഫിറത്തും ഉന്നതമായ സ്വർഗീയ ഉല്ലാസമായ ആഹ്ലാദകരമായ അവസ്ഥയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. നിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവസാന സമയത്ത് ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കൊണ്ട് തൗഹീദിലായിക്കൊണ്ട് മുസ്ലിമായി മുവഹിദായി മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെ അപാകതകളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനായ റബ്ബേ. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹവും ഐക്യവും സാഹോദര്യവും നീ നിലനിർത്തി തരണേ റഹ്മാനായ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.